അവിടെ ഇരിക്കണം, അനങ്ങരുത്, മിണ്ടരുത്, ഇങ്ങനെയായി സ്പീക്കറുടെ അവസ്ഥ. പക്ഷെ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. മന്ത്രി പി രാജീവ് കേരളം ഒന്നാമതെന്ന് പറഞ്ഞ് വലിയ വായിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും കുഴൽനാടൻ ഒറ്റയടിക്ക് അവിടെ എത്തി. കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇങ്ങനെയൊന്നുമല്ല, ആരാണ് പറഞ്ഞത് ഒന്നാം റാങ്കിലേക്ക് എത്തി എന്ന് ചോദിക്കുമ്പോൾ മന്ത്രി പി രാജീവ് ഒന്നും മിണ്ടാതെ കസേരയിൽ വീണ്ടും ഇരുന്നു. പക്ഷേ അടുത്തതായിട്ട് രാഹുൽ മാങ്കൂട്ടം, പിന്നെ വിഷ്ണുനാഥ്, ചാണ്ടി, ഇങ്ങനെ ആകെക്കൂടെ സഭയിൽ ഒരു കൂട്ടബഹളമായപ്പോൾ മന്ത്രി രാജീവിന് ഒന്നനങ്ങാൻ സാധിച്ചില്ല. പലതവണ കസേരയിൽ നിന്ന് എഴുന്നേറ്റു ഇരുന്നു. ഇതേ അവസ്ഥയായി ഷംസീറിനും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലുമായി. കാരണം ചോദിക്കുന്ന ചോദ്യത്തിന് അത്ര ഷാർപ്പ് ഷൂട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. രാഹുൽ മാങ്കൂട്ടം, നിങ്ങൾ പുതിയ അംഗമല്ലേ, അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ഇത് സഭയാണ്, ഇവിടെ ഇക്വാളിറ്റി വേണമെന്നായി അടുത്തത്. ഇത്തരത്തിൽ ഒരു സംഘം ചേർന്ന് തകർത്താടുമ്പോൾ കുഴൽനാഥൻ തുടങ്ങി വെച്ചിട്ട് വിഷ്ണുനാഥരുടെ കാര്യങ്ങൾ നീങ്ങിയ ഒരു സംഘം ചേർന്ന് മന്ത്രി പി രാജീവിനെ അനങ്ങാൻ സാധിച്ചില്ല. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സഭയിലെ കൂട്ടബഹളത്തിന്റെ വീഡിയോ. കഴിഞ്ഞ തവണ അങ്ങനെ എന്തെങ്കിലോ അത് നമ്മുടെ സൈറ്റിലുണ്ടല്ലോ, 7 എണ്ണം സിറ്റിസൺ സെൻട്രിക്, 2 എണ്ണം 7 സിറ്റിസൺ സെൻട്രിക്. അതിനിപ്പോ എന്താ കുഴപ്പം? പറഞ്ഞല്ലോ 2 എണ്ണം. ഇനിയിപ്പോ ഇതിനകത്തെ വഴങ്ങുന്നില്ല സാർ. ഇത് ഇവര് രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ്. നിങ്ങൾ കേരള വിരുദ്ധരാണ്, ഞാൻ കൃത്യമായിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞു നിൽക്കട്ടെ സാർ. ഇനിയിപ്പോ ശ്രീ ചാണ്ടി, നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും പോയിരുന്നു ബഹളം. ആന്ധ്രാപ്രദേശിൽ ഞാനിവിടെ പറഞ്ഞല്ലോ റോജി, നിങ്ങൾ എത്ര ചോദിച്ചാലും വസ്തു ആയിരിക്കുള്ളൂ. നിങ്ങൾ ഇതുവരെ പറഞ്ഞെന്താ സാർ? അദ്ദേഹം വഴങ്ങി നടക്കുന്ന കാര്യമില്ല. മിനിസ്റ്റർ പ്ലീസ്. ശ്രീ സച്ചിൻ അവിടെ ഇരുന്നോ. സച്ചിൻ ഞാൻ പറയട്ടെ സാർ അങ്ങ് ഇപ്പുറത്ത് സംരക്ഷിക്കണം. ഞാൻ അദ്ദേഹം സംസാരിച്ചു. വളരെ ഡെമോക്രാറ്റിക് ആയി മിനിസ്റ്റർ വഴങ്ങി. പ്ലീസ് ശ്രീ രാഹുൽ അവിടെ ഇരിക്കണം. സേവിയർ പ്ലീസ് അവിടെ ഇരിക്ക്. നോ റോജി അവിടെ ഇരിക്ക്. വളരെ അവിടെ ഇരിക്ക്. വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം. ശ്രീ ചാണ്ടി അവിടെ ഇരിക്ക്. രാഹുൽ അവിടെ ഇരിക്ക്. വെറുതെ ബഹളം വെക്കില്ല. അവിടെ ഇരിക്ക്. വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം നിങ്ങളോട് വഴങ്ങി. ആ വഴങ്ങിയാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം തരണം എന്ന് പറയുന്നത് ഡെമോക്രസി അല്ല. രാഹുലിന് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിച്ചാൽ അത് ഉത്തരം മിനിസ്റ്റർ തരില്ല. മിനിസ്റ്റർ അദ്ദേഹത്തിന് ഉത്തരം തരൂ. അല്ലാണ്ട് രാഹുലിന് വേണ്ട ഉത്തരം അത് തരാൻ പറ്റുന്നില്ല. അത് രാഹുൽ പുറത്ത് പറഞ്ഞോളാൻ, രാഹുലിന്റെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്തു പറഞ്ഞോളാൻ. അല്ലാണ്ട് ഇതിനകത്ത് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഉത്തരം പറയുന്നത് മിനിസ്റ്ററാണ്. അദ്ദേഹമാണ് ഉത്തരം പറയുന്നത്. മിനിസ്റ്റർ പറഞ്ഞോ. തുടങ്ങിയത് ഇവിടെ അനിൽകുമാർ ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയൊക്കെ അല്ലേ എമ്മത് വെച്ച് തുടങ്ങിയത്. അപ്പൊ പറയട്ടെ, നിങ്ങൾ അസംബ്ലിയില് ഒന്ന് ഈ കുട്ടികളെക്കാളും ധാരണയില്ലാത്തവരെ കഷ്ടമായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണയും എന്താണോ മാനദണ്ഡം അത് ഇത്തവണ മാനദണ്ഡം. യൂണിയൻ ഗവൺമെന്റാണ് മാനദണ്ഡം. കഴിഞ്ഞ തവണ ഇതേപോലെ ഏറ്റവും കൂടുതൽ ടോപ്പ് കിട്ടിയപ്പോൾ ആന്ധ്ര 1ാം പേജിൽ അടിച്ചപ്പോൾ ഇവരെല്ലാം കൈയടിച്ചു. ഇതേ മാനദണ്ഡം വെച്ച് നിങ്ങൾ പുതിയ ആളല്ലേ, ഞാൻ സഭയുടെ കാര്യം പറയണേ. നിങ്ങളിപ്പോ ഒന്നല്ലോ, ഞാൻ സഭയിൽ നടന്ന കാര്യം പറയണത്. ഈ സഭയിൽ നടന്ന കാര്യം പറയണത് സാർ. മിനിസ്റ്റർ പറയട്ടെ. ഇവിടെ ചോദ്യങ്ങൾ മിനിസ്റ്റർ വെറുതെ രാഹുൽ നിങ്ങൾക്ക് അവസരം തന്നു, വീണ്ടും ബഹളം ഉണ്ടാക്കി. അവിടെ ഇരിക്കെ. നിങ്ങൾക്ക് ഓരോ അവസരം തന്നില്ലേ, വീണ്ടും ബഹളം വെച്ചാലോ? ഈ സഭയിൽ നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മള് വഴങ്ങുന്നത് സാധാരണ പിൻബഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്കൊന്നും അങ്ങനെ വഴങ്ങാറില്ല. ഇവിടെ എന്നാൽ ചെറുപ്പക്കാരൻ ഒരു യുവജന മേധാവ് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു, ഞാൻ വഴങ്ങിയതാ. ഇത് ചാനലിലെ ചർച്ചയല്ല, ഇത് നിയമസഭയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വേദിയാണ്. ഇവരകത്ത് അതിന്റേതായ കീഴ്വഴക്കങ്ങളുണ്ട്. സാർ നിൽക്കുന്നൊക്കെ അവിടെ ഇരിക്കും. രാഹുൽ വെറുതെ പ്ലെയിൻ ടു ക്യാമറ പറ്റില്ല. ഞാൻ പറയാം, ചെയർ പറയാം. മിനിസ്റ്റർ ചെയർ പറയാം. സാധാരണ നിലയിൽ ഞാൻ പറയാം, ചെയർ പറയാം. സാധാരണ നിലയിൽ ഡിമാൻഡ് ഡിസ്കഷന്റെ മറുപടിയിൽ അങ്ങനെ ഈൽഡ് ചെയ്യാൻ വിടാറില്ല. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം തയ്യാറായതുകൊണ്ട് സമ്മതിച്ചു ചെയർ. അങ്ങനെ സമ്മതിച്ചാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്ന് ലഭിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല.
രാഹുലിന് വേണ്ട ഉത്തരം മാത്രമേ ലഭിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. മിനിസ്റ്റർ ഉത്തരം പറഞ്ഞു, നിങ്ങൾ കൺവിൻസിംഗ് അല്ല, നിങ്ങൾക്ക് പുറത്തുപോയി പറയാം. മിനിസ്റ്ററുടെ ഉത്തരത്തിൽ നിങ്ങൾ കൺവിൻസിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുപോയി പറയാം. അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് എടുക്കാം, ഇനി സമയം പോയി. ട്രെയിൻ പോണ്ടേ? ഇയർ ഓഫ് എന്റർപ്രൈസസിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം പാർലമെന്ററി പ്രാക്ടീസിൽ വളരെ പ്രഗത്ഭനായ മന്ത്രിയാണ്, പാർലമെന്റിലെ പ്രഗത്ഭനായ എംപിയുമായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ജൂനിയർ ആയ ഒരാൾക്ക് സാധാരണ വഴങ്ങി കൊടുക്കാറില്ല. ഇവിടുത്തെ 140 MLA-മാർക്കും നിയമസഭയിലെ ഈ ചട്ടങ്ങൾ ഒരേ അധികാരമാണ് നൽകുന്നത്. അപ്പൊ അതിൽ വേർതിരിവില്ല. പിന്നെ ചാനൽ ചർച്ചയല്ല എന്ന് പറഞ്ഞത് അവിടെ കൈയടിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ ഒരാളിന് അത് ഉണ്ടാകാൻ പാടില്ല. ഒഴിവാക്കണം. സാധാരണ നിലയിൽ ചെയർമാൻ അനുവദിക്കാറില്ല. അദ്ദേഹം പറയട്ടെ. ഞാൻ എന്റെ റിക്വസ്റ്റ്, സി യു ആർ കേപ്പബിൾ ഓഫ് ആൻസറിംഗ്. ഞാൻ